നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. യമൻ ജയിലിലുള്ള നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചർച്ചകളോട് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം സഹകരിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രാൻഡ് മുഫ്തി ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് സൂഫി പണ്ഡിതരാണ് ഈ കുടുംബത്തോട് സംസാരിച്ചത്. കുടുംബത്തിന്റെ ഏകീകരണം ഉറപ്പുവരുത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലെ വലിയൊരു വിഭാഗം ചർച്ചകളോടും നിർദ്ദേശങ്ങളോടും സഹകരിക്കുന്നുവെന്നാണ് വിവരം. എന്നാൽ കുടുംബത്തിലെ യുവാക്കളുടെ ചെറിയ വിഭാഗം ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ്. കുടുംബത്തിലെ ഭൂരിപക്ഷത്തിനെയും സഹകരണം ലഭിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാവരിൽ നിന്നും സഹകരണം നേടിയെടുക്കാനോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബം മോചനദ്രവ്യം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ വധശിക്ഷ ഒഴിവാവുകയുള്ളൂ. ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ലെന്നും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല എന്നും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മെഹ്ദി മുമ്പ് BBC-യോട് പ്രതികരിച്ചിരുന്നു. ദൈവത്തിന്റെ നിയമം നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിൽ കുറഞ്ഞൊന്നുമില്ല. തലാലിന്റെ ക്രൂരമായ കൊലപാതകം കൊണ്ട് മാത്രമല്ല, ദീർഘമായ നിയമ നടപടികളാലും കുടുംബം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. കുറ്റകൃത്യത്തെ ന്യായീകരിക്കുകയും കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. എത്ര വലിയ കാരണത്താലായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല എന്നും സഹോദരൻ BBC അറബിക്കിനോട് പറഞ്ഞിരുന്നു.